പോലീസിന്റെ വിശദീകരണം. ഈ സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ആ സമയം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമതനെതിരെയാണ് ഈ പരാതി വന്നിരുന്നത്. ആ സമയത്ത് അതിന്റെ നിജസ്ഥിതി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു. അതിൽ എഫ്ഐആർ അതിനനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നു. അപ്പം നമ്മൾ അതിനെ ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു. അത് സഫലമാവുകയും ചെയ്തു. ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ഇയാൾ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എല്ലാ സോഴ്സിൽ കൂടിയും ഇയാളെ കാറ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം. ആ ബസ്സിനകത്ത് പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു. ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഓൺ ദ വേയിൽ ഞങ്ങൾ ആ കണ്ടക്ടറെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യായിരുന്നു. ഇയാൾ എറണാകുളത്തേക്ക് പോവായിരുന്നു. എറണാകുളത്തേക്കുള്ള ബസ്സാണ്. അത് എന്തിന്റെ ഭാഗമാണെന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു ഒളിവിലായിരുന്നു. ഇല്ല, ഞാൻ ഈ സ്ത്രീയുടെ ബന്ധുവായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് അദ്ദേഹമായിട്ട് ഡിസ്കസ്. ഇല്ല, അങ്ങനെയില്ല. കുട്ടിയുടെ മൊഴി സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ ഇട്ടത്. ആ എഫേർട്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ്. ഇനി മറ്റു 2 പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അത് ഉടനെ അറസ്റ്റ് ചെയ്യും. എഫ്ഐആറിൽ ചേർത്തെന്നല്ല, ആ പരാതിക്കാരുടെ മൊഴി അതിനനുസരിച്ചാണ്. ബാൽക്കണിയിൽ നിന്ന് വീണെന്നല്ല, ചാടിയതാണ്. അതെ, ആ ചാടിയതിന്റെ രീതിയിലും ഇവൾക്കെതിരെ ഉള്ള ആ അലിഗേഷൻ അവൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതിന് ആ പറഞ്ഞ മൊഴി എടുക്കുന്നത്. അതായത് 2-ാം തീയതിയാണ് ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യും. ഞങ്ങൾ CCTV ഒക്കെ അനലൈസ് ചെയ്തതിൽ ഇയാൾ അവിടെ പോയതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് ആ കുട്ടിയുടെ മൊബൈലിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കേസിലേക്ക് എവിഡൻസിലേക്ക് എടുക്കും. അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ അത് വരുന്ന വകുപ്പുകൾ വരുന്ന അതിനനുസരിച്ച് ഞങ്ങൾ ആഡ് ചെയ്യും. അല്ല, നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറസ്റ്റ് അതിന്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നോക്കേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നീട് വെരിഫൈ ചെയ്തു. അതിനുള്ള എഫേർട്ട് നല്ല രീതിയിൽ പോലീസ് ഈ അറസ്റ്റ് ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്ഷേപങ്ങള് അങ്ങനെ കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാനിത് ആദ്യം മുതലേ ഈ കേസ് രജിസ്റ്റർ ചെയ്തോട്ടെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എഫേർട്സുകൾ ഞാൻ മനസ്സിലാക്കിയതാണ്. ഈ പ്രതി അറസ്റ്റിലേക്ക് പോയതിന്റെ എഫേർട്സ് നമ്മൾ എടുത്തതാണ്. ഇനി ഫർദർ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ ഞാനത് ആ ഫാമിലിയായിട്ട് സംസാരിച്ച് എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. കുട്ടിയുടെ ബന്ധു 3 പേരും പോകുന്നതായിട്ടുള്ള നമുക്ക് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് കാണുന്നുണ്ട്. ആ 11 മണി സമയത്ത് ആ സമയത്താണ് അവിടെ ഒരു സ്ത്രീമാറ്റം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. മറ്റു കൂടെയുള്ള 2 പേർ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ആ സാഹചര്യം നമ്മൾക്കറിയാം. അവിടെ അദ്ദേഹം പോകേണ്ട യാതൊരു ആവശ്യമില്ല ആ സമയത്ത്. ആയിട്ടില്ല. ഞാൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ വെരിഫൈ. 2ാം നിലയിൽ നിന്ന് ചാടി ഗുരുതരാവസ്ഥയിലായിട്ടുള്ള പെൺകുട്ടി നൽകിയ പരാതി ശരിയാണോ ഇല്ലയോ എന്നറിയാൻ സമയമെടുത്തു, കുറച്ച് സമയമെടുത്തു. ആ നേരം കൊണ്ട് പ്രതി അബ്സ്കോണ്ടിംഗ് ആയി എന്ന് വിശദീകരിക്കുന്ന പോലീസ് ആണ്. അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണമാണ് കണ്ടത്. ഏതായാലും പീഡന ശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി ഗുരുതരമായി പരിക്കേറ്റ ഈ കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം കുടുംബം ഉന്നയിക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് മൊഴി നൽകിയിട്ടും ബാൽക്കണിയിൽ നിന്ന് വീണതെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തി. കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പോലീസ് ശ്രമിച്ചു. ഈ വിഷയം കൊണ്ടാണ് വീഡിയോ പുറത്തുവിട്ടത്. ഹോട്ടൽ ഉടമ ദേവദാസ് യുവതിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. മുക്കത്ത് സ്വകാര്യ ലോഡ്ജ് ഉടമ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ പ്രാണരക്ഷാർത്ഥം വീടിന് മുകൾ നിലയിൽ നിന്നും താഴേക്ക് ചാടിയ യുവതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പീഡന ശ്രമവുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയും ചെയ്തത്. ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കം തെളിവുകൾ പുറത്തുവന്നിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രതിയെ പിടികൂടാനുള്ള യാതൊരു നീക്കങ്ങളും നടത്തുന്നില്ല എന്നതാണ് ഏറെ കൗതുകമുള്ള കാര്യം, ഏറെ ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ബന്ധു തന്നെ നമ്മോടൊപ്പമുണ്ട്. വളരെ ശല്യപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്
പുറത്തു വന്നത് ഞെട്ടിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ. പക്ഷേ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഈ പ്രതി ഇപ്പോഴും കാണാമറയത്ത് ഒളിവിൽ തന്നെ തുടരുകയാണ്. ഈ സംഭവം നടന്നിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു 4 ദിവസമായി, 4ാമത്തെ ദിവസമാണ്. അപ്പൊ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം പ്രതിയെ പിടികൂടാനോ മറ്റു കാര്യങ്ങളോ, ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്നു, ഓഫീസേഴ്സായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു പ്രതിയെ പിടികൂടി മാത്രമുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. ഇന്ന് ഇത്രത്തോളം ഒരു വീഡിയോ പോലും പുറത്തു പോയിട്ടും ഇതുപോലുള്ള എത്രയോ തെളിവ് നമ്മൾ വീണ്ടും പോലീസിന് ഹാജരാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽ തെളിവും എല്ലാം ഹാജരാക്കാൻ പറ്റും. എന്നിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിൽ തപ്പുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൃത്യമായ മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഒരു 3 മൊഴികൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ മൊഴി എടുത്തിട്ടുണ്ട്, 2ാമത്തെ ദിവസം എടുത്തു, ഇന്നും മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ്. പക്ഷേ എഫ്ഐആറിൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ്. അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ബന്ധപ്പെട്ടോ എത്ര തവണ ബന്ധപ്പെട്ട് പോലീസുകാർ ബന്ധപ്പെടും, നമ്മളെ ഡ്യൂട്ടി ചെയ്തോളാം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഇതുവരെയായിട്ടും 4 ദിവസമായിട്ടും ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് ഖേദപൂർവ്വം വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ പോലും പുറത്തു വിടേണ്ട വന്നൊരു സാഹചര്യം. വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ആ വീഡിയോ വിട്ടത്. കാരണം ജനങ്ങളെങ്കിലും സത്യം അറിയണം. പ്രത്യേകിച്ച് അദ്ദേഹം, ഈ മാന്യൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ, അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട്. ഇതിപ്പം എന്താണ് കുട്ടി പറഞ്ഞത്? അന്ന് നടന്ന സംഭവം വ്യക്തമായി എന്താണ് പറഞ്ഞത്? ഇയാൾ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അന്ന് ഇയാൾ അങ്ങോട്ട് 2-3 പേരല്ലേ താമസിക്കുന്ന ഒരു വീടായിരുന്നു. അവിടെ 2 കുട്ടികൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതും നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചതാണോ എന്താണെന്ന് അറിയില്ല. അതിന് പറയില്ല, കഥ എനിക്കറിയില്ല. 2 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കുട്ടി തനിച്ചുള്ള സമയത്താണ് ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ട് അവർ പോവുകയും അവർ ബലമായിട്ട് പിടിക്കുകയും അതിനകത്ത് വിഷ്വലിൽ തന്നെ അവരുടെ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കാണുന്നുണ്ട് ഒച്ചവർക്ക് നിന്റെ മാനം കളയും, മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതും ഒരു തെളിവായിട്ട്, ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ഖേദകരമാണ്. സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട്. കേരള പോലീസ് സത്യം പോലീസിൽ കുറ്റം പറയുകയല്ല, വളരെ വിഷമത്തോടെ 4 ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജ്, കാരണം നമുക്ക് ലോക്കൽ സപ്പോർട്ടുകളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഇതിനകത്ത് കുറെ ചാറ്റ് ഹിസ്റ്ററി, കുറെ ചാറ്റുകളും ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഇയാൾ ഈ കുട്ടികളെ ത്രട്ടൻ ചെയ്ത് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ഇയാളുടെ മുകളിൽ കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭാര്യയോട് ഞാൻ അറിയിക്കും. ആ സമയത്ത് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യം. അപ്പോൾ കുട്ടി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴെല്ലാം മുമ്പേ ഈ പ്രചരണങ്ങൾ നടത്തിയിട്ട് കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട ഒരു തന്ത്രത്തിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. കുട്ടിയെ ലക്ഷ്യമുണ്ടായിരുന്നു. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അവർ പോയത് ഒന്നുകിൽ കൊലപ്പെടുത്താനായിരിക്കും, അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്താനായിരിക്കും. അത് ഒരു കാര്യം തീർച്ചയാണ്. ആ വീഡിയോയിൽ കൃത്യമായ കുട്ടിയുടെ ആ സമയത്തുള്ള വിഷമങ്ങളും അവരുടെ കരച്ചിലും പൊട്ടിക്കരച്ചിലും അതിൽ ഏത് മനസാക്ഷിയുള്ള ഏതൊരാൾക്കും, കേരളീയ ജനത ഏതൊരാൾക്കും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ കുട്ടി എത്രത്തോളം വേദന അവിടെ അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇയാൾ ഇന്നലെ ഒരു രാഹുൽ, ഇയാളുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു രാഹുൽ എന്ന് പറഞ്ഞ ആൾ എന്റെ സഹോദരി ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കയ്യിലെടുക്കാനും നമ്മളെ ഭീഷണിപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അതിനൊന്നും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നമ്മൾ പോകാറില്ല. നമ്മൾ ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർക്ക് എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്ത് തന്നെ സപ്പോർട്ട് ഉണ്ടായെങ്കിലും, മുകളിൽ നിന്ന് ഏത് തലത്തിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും വരും ദിവസങ്ങളിൽ. ആദ്യം ഒരു കരുതൽ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നല്ലോ, ഒരു പിതൃ സഹജമായ വാത്സല്യം എന്നൊക്കെ രീതിയിലായിരുന്നു അങ്കിളെന്നാണ് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ആ ഒരു രീതിയിലെ ബന്ധമായിരുന്നല്ലോ. പിന്നീട് പുള്ളി കൃത്യമായൊരു ട്രാക്ക് മാറുകയായിരുന്നു. ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇപ്പം സഹോദരിയായാലും എന്റെ അച്ഛനും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇമേജ് ഉണ്ടാക്കി എടുത്തിരുന്നു ആദ്യമേ. എന്റെ മകളെ പോലെയാണ് ഞാൻ അവളെ നോക്കുന്നത്. അങ്ങനെ കൃത്യം കണ്ണടയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ പല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. കുറച്ച് പൈസയൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ട്, സാലറിയിൽ നിന്ന് കട്ട് ചെയ്യേണ്ട പൈസ ഉണ്ട്. അതുകൊണ്ട് അവൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്തിയതാണ്. ഇവിടെ തന്നെ കുറച്ചാണെന്നുണ്ട് ജോലി ചെയ്തിട്ട് ആ പൈസ വീട്ടിൽ കടം തീർത്തിട്ട് പോകാന്നില്ലേ. പക്ഷെ അതിന് മുന്നേ തന്നെ ഇയാളെ തനി സൗകര്യവും പുറത്തെടുത്തു. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രതിയെ പിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. നമ്മൾ ഇതിലും ലൊക്കേഷൻ ട്രീറ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് 4 ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിളിച്ചു വെക്കുന്നതിന് നമുക്ക് അതിയായ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് ആരോ കണ്ടതുകൊണ്ടാണ് ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയതും അവിടെ KMCT തള്ളിയിട്ട് അവർ രക്ഷപ്പെട്ടതും. ആശുപത്രി തള്ളിയിട്ട് അവർ KMCT വന്നു. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിൽ വന്ന വേറെ ആൾക്കാരാണ്, പോലീസുകാരെ അടക്കി. ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ കുട്ടി കാര്യം പറഞ്ഞു. ഇയാൾ ഈ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി ഇമേജ് ഉണ്ടാക്കിയ അച്ഛന്റെ പിതൃതുല്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു അവകാശം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ഇത്ര ദിവസമായിട്ടും അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യും. ആള് ഫോൺ കട്ട് ചെയ്ത് പോയായത്. എന്തായാലും അന്വേഷണം ഒരു തരത്തിലും തൃപ്തികരമായല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് കുടുംബം പറയുന്നത്. കൃത്യമായ തെളിവുകൾ, അതായത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇപ്പോഴും തെളിവുകൾ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഒരു സ്വാധീനം, ഇയാൾ സമ്പന്നനായ ഒരു വ്യക്തിയാണ്, ഇയാളുടെ സ്വാധീനം പോലീസിൽ ചെലുത്തുന്നു എന്ന് വേണം ഇതിൽ നിന്നും കരുതാൻ. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ് ഇപ്പോൾ കുടുംബം.